എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്. പ്രാർത്ഥന മനുഷ്യൻ്റെ ഉള്ളിൽ വിരിയുന്ന കവിതയാണ് എന്ന് പറയുന്നവരുണ്ട്. പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ് എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നു, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ഇതെല്ലാം പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള വിശദീകരണങ്ങളാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. എല്ലാ പക്ഷികളും പ്രഭാതത്തിൽ കൂടുവിട്ട് ശബ്ദമുയർത്തി ചിറകടിച്ച് പല ദിക്കുകളിലേക്ക് പറന്നു പോകുന്നു, അന്നത്തെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. പകൽ മുഴുവൻ അധ്വാനിച്ച് കർത്തവ്യ നിർവഹണത്തിന് ശേഷം എല്ലാ പക്ഷികളും അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു പറക്കുന്നു, അവിടെ വന്ന് സ്വസ്ഥമായി വിശ്രമിക്കുന്നു. ഈ ഒരു രീതി മനുഷ്യനിലും ഉണ്ട്. രാവിലെ അവൻ ഇറങ്ങുകയാണ് കോലാഹലങ്ങളുടെ ലോകത്തിലേക്ക്, ബഹളത്തിൻ്റെ ലോകത്തിലേക്ക്, കർമ്മപൂരിതമായ പ്രവർത്തനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലേക്ക്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കർമ്മം ചെയ്ത് അവസാനം തിരിച്ച് അവൻ്റെ വീട്ടിൽ വരുന്നു, വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട്. സൂര്യൻ അതിരാവിലെ ശക്തിയോടെ ഉദിച്ച് പ്രഭവിയേറി കടന്നു വരും. സായാഹ്നമാകുമ്പോൾ ശാന്തമായി അസ്തമിച്ച് അത് മടങ്ങുന്നു. ഇത് നമുക്കൊരു വലിയ മാതൃകയാണ്. എത്ര ബഹളം വെച്ച് നടക്കുമ്പോഴും ഒരു സ്വസ്ഥതയിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ടാണ് ഒരു പശുത്തൊഴുത്തിൽ പുല്ല് തിന്നാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പുല്ലിൽ നിന്ന് വെള്ളവും കുടിക്കാനുള്ളൊരു സ്ഥലം ഒരു പശുത്തൊഴുത്തിൽ, കാര്യത്തൊഴുത്തിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമുറിയുണ്ട്, ടി വി കണ്ട് പത്രം വായിക്കുന്ന ഒരു ഉല്ലാസമുറിയുണ്ട്, ഒപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാമുറിയുമുണ്ട്. മനുഷ്യന് മൃഗത്തെ പോലെ ഭക്ഷണം മാത്രം പോരാ, ഒരാത്മീയതയും വേണം. ആ ആത്മീയതയാണ് അവനെ ശക്തിപ്പെടുത്തുക, അവന് ബലം പകരുക. എപ്പോഴെല്ലാം പ്രാർത്ഥന തീർന്നു പോകുമോ അപ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥരാകും. എപ്പോഴെല്ലാം പ്രാർത്ഥനയിൽ നമ്മൾ വിജയിക്കുമോ അപ്പോഴെല്ലാം നമ്മൾ ശക്തിയുള്ള മനുഷ്യരായി മാറും. ഒരു വീടിൻ്റെ അകത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ മുകളിലുള്ള ട്യൂബ് തെളിയും. ഒരു വീടിൻ്റെ എവിടെയെങ്കിലും ഒരു സ്വിച്ച് ഇട്ടാൽ ആ ഹോളിൽ ഫാൻ കറങ്ങും. ഇതുപോലെയാണ് പ്രാർത്ഥന. ഒരമ്മ അപ്പൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയിൽ അത്ഭുതം നടക്കും. ഒരമ്മ അച്ഛൻ പെരകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കും. ഒരു ഭാര്യ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഭർത്താവിൽ അത്ഭുതം നടക്കും. ഭർത്താവ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഭാര്യയിൽ അത്ഭുതം നടക്കും. അത്ഭുതങ്ങളുടെ കോട്ടയാണ്, ഉറവിടമാണ് പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം. ബൈബിളിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വാക്കുണ്ട്, അവൻ പതിവ് പോലെ മലമുകളിൽ വിജനതയിൽ പ്രാർത്ഥിക്കാൻ പോയി. പണ്ട് കാലത്ത് ഹൈന്ദവ ഭവനങ്ങളിൽ, മുസ്ലിം കുടുംബങ്ങളിൽ, ക്രിസ്തീയ ഭവനങ്ങളിൽ പ്രാർത്ഥന ഒരു പതിവായിരുന്നു. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു പതിവ്. ഇന്ന് പതിവുകൾ തെറ്റുമ്പോൾ വീണ്ടും പഴയ പതിവിലേക്ക് തിരിച്ചു പോകാൻ ഈശ്വരൻ നമ്മെ വിളിക്കുന്നു, ദൈവം നമ്മളെ വിളിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം, 100 കൂട്ടം എക്സ്ക്യൂസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മാനസിക കാര്യങ്ങൾക്ക് ഒന്നിനും എക്സ്ക്യൂസ് ഇല്ലല്ലോ. ഒരു അപ്പോയിൻമെൻ്റ് എടുത്താൽ സമയത്ത് കൃത്യമായി അവിടെ എത്തിച്ചേരണം. ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എത്തിച്ചേരണം. മനുഷ്യനോട് നമ്മൾ വാക്ക് പാലിക്കുമെങ്കിൽ ദൈവത്തോടും നമ്മൾ വാക്ക് പാലിക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വൈകിട്ട് 7-നും 9-നും ഇടയിൽ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം ഉണ്ടാകണം, ഒരു പ്രാർത്ഥന അരുവി ഉണ്ടാകണം. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം, 7 മണിക്ക് മുമ്പ് ഒരുപാട് ജോലി. 7-നും 9-നും ഇടയിൽ ഒരു 20 മിനിറ്റിനുള്ള പ്രാർത്ഥന സംവിധാനം ഉണ്ടാകണം. അപ്പം അതിന് കുടുംബനാഥൻ മുൻകൈ എടുക്കണം, കുടുംബനാഥ ഒപ്പം നിൽക്കണം, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് നിലനിൽക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കാൻ, പ്രാർത്ഥനയിൽ ശക്തി സംഭരിക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ. ഇപ്പം ലോകത്തിൽ എല്ലാ ഗുരുക്കന്മാരും പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്. സകല മതങ്ങളിലും പ്രാർത്ഥനയെക്കുറിച്ച് ഗുരുബോധർ പറയാറുണ്ട്. നമുക്കും ഈ ഒരു ശൈലി സ്വന്തമാക്കാം, പ്രാർത്ഥിക്കാം, പ്രാപിക്കാം.
നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ദൈവത്തോട് എന്ത് ഞാൻ ചോദിക്കുന്നു അത് ഞാൻ പ്രാപിച്ചിരിക്കും. ആ ഒരു ബോധ്യത്തോടെ നമുക്കായിരിക്കാം നല്ല വാക്കുകളുടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാരീതിയുള്ള മക്കളായി ജീവിക്കാൻ ജാതിമത ഭേദമന്യേ ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.